ഹായ്, ഇന്നത്തെ നമ്മുടെ വിഭവം നല്ല പച്ച ചെമ്മീൻ നേന്ത്രക്കായ ഇട്ട് വെച്ച നല്ല നാടൻ ചെമ്മീൻ കറിയാണ്. നമുക്കതൊന്ന് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം. അതിനുവേണ്ടി ചെമ്മീൻ നല്ല വൃത്തിയാക്കി കഴുകി വെച്ച 250 ഗ്രാം ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. നേന്ത്രക്കായ ഒരു 1.5 എണ്ണം എടുത്തിട്ടുണ്ട്. അത് അവിയലിനൊക്കെ നുറുക്കുന്ന പോലെ നല്ല നീളനെ നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ചട്ടിയിലേക്ക് നേന്ത്രക്കായ ഇട്ട് മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം. നേന്ത്രക്കായ വെന്ത് വരുന്ന സമയത്ത് വേണം നമുക്ക് ചെമ്മീൻ ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് പുളി നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം. കുറച്ച് പുളി മാത്രമേ വേണ്ടൂ. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നേന്ത്രക്കായൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പരച്ചെടുക്കാം. അതിനായിട്ട് ഒരു നാളികേരം ചിരകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 5 കൊച്ചുള്ളിയും കൂടി ചേർത്ത് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. നേന്ത്രക്കായൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീൻ ചേർത്ത് കൊടുക്കണം. ചെമ്മീൻ അധികം നേരിട്ട് വേവിക്കാൻ പാടില്ല, അത് റബ്ബർ പോലെയോ. അതുകൊണ്ട് തന്നെ ചെമ്മീൻ ആവശ്യത്തിന് മാത്രമേ വേവിക്കാൻ പാടുള്ളൂ. ഇനി ചെമ്മീൻ വെന്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നേരത്തെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പുളി നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാം. പുളി അധികമായി കഴിഞ്ഞാൽ ടേസ്റ്റ് ഇതിൻ്റെ കുറയും. പുളിയും ചേർത്ത് നന്നായി ഒന്ന് തിളച്ച് പുളി വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് ഒഴിച്ച് നന്നായി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാണ്. ഇതിൽ കായ കഷ്ണമാണല്ലോ കൂടുതലെന്ന് വിചാരിക്കേണ്ട. ഇതിൽ കായ കഷ്ണം കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിതൊന്ന് വറുത്തിടാം. അല്പം വെളിച്ചെണ്ണയിലേക്ക് കടുക്, മുളക്, കറിവേപ്പില, പിന്നെ എല്ലാവരും ചേർക്കണ പോലെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് വറുത്തിട്ടതിന് ശേഷം ഇത് നമുക്ക് ചെമ്മീൻ കൂട്ടാനിലേക്ക് ഒഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റിൽ ചെമ്മീൻ കൂട്ടാൻ റെഡിയായി. ഇനി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.